നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയില്ലെന്ന ആക്ഷേപവുമായി UDF രംഗത്ത്. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനെതിരെയും കാര്യമായ നടപടികൾ ഉണ്ടായില്ലെന്നുമാണ് ആക്ഷേപം. പട്ടാമ്പി നഗരസഭയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡെങ്കിപ്പനി വ്യാപനം റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് പഞ്ചായത്ത് ഭരണസമിതി യോഗം പോലും വിളിച്ചു ചേർക്കാൻ തയ്യാറായത്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യസമയത്ത് നഗരസഭാ ഭരണസമിതിക്ക് ഇടപെടാൻ കഴിയുന്നില്ലെന്നും UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. കാലവർഷത്തിനു മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾ പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടംതോട് ഉൾപ്പെടെയുള്ള തോടുകളും വൃത്തിയാക്കുവാൻ വേണ്ട നടപടികളൊന്നും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. റോഡ് നവീകരണത്തിന്റെ കാര്യത്തിലും മെല്ലെപ്പോക്ക് നയമാണ് അധികൃതർ സ്വീകരിക്കുന്നത്. പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ മഴക്കാലത്താണ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് റോഡിലെ പലയിടത്തും വെള്ളക്കെട്ടിന് ഇടവരുത്തുന്നുണ്ട്. ദുരിതപൂർണമായ യാത്രയാണ് പട്ടാമ്പിയിലൂടെ സമ്മാനിക്കുന്നതെന്നും UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. അശ്രദ്ധയും ഘടികാരസ്ഥതയും നോക്കുകുത്തികളെ പോലുള്ള ഭരണമാണ് നമ്മുടെ നഗരസഭയിൽ നടക്കുന്നത്. ജനങ്ങളെ ആകമൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഘടികാരസ്ഥത നിത്യസംഭവമാണ്. ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഈ നഗരസഭാ ഭരണം വന്ന അന്ന് പോലെ തന്നെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ തക്ക സമയത്ത് ഇടപെടാതിരിക്കുക എന്നുള്ളത് നഗരസഭയുടെ ഒരു നയം പോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്. ഇപ്പൊ ഈ പട്ടാമ്പിലെ പ്രധാന 3 തോടുകളുണ്ട്. അതുപോലത്തെ അതിലും ഏറ്റവും പ്രധാനമാണ് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് കേരളം അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന കണ്ടംതോട്. ആ കണ്ടംതോടിന്റെ പാർശ്വവൃത്തികൾ തകരലും അതിലേക്ക് സ്ലാബുകൾ ചാടലും അതിലേക്ക് മരങ്ങൾ വീഴലും അത് തടസ്സപ്പെടുത്തിയ കണ്ടംതോടിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട് അത് സ്വാഭാവികമായി നമ്മുടെ ഈ മൂർക്കാട്ടുപറമ്പ്, പന്തക്കിപ്പറമ്പ്, ആർമി ഷീറ്റ് ഭാഗത്തുള്ള വീടുകളിലൊക്കെ വെള്ളം നിറയുന്ന സാഹചര്യങ്ങൾ. അതുപോലെ ഗ്രീൻ പാർക്ക് ഭാഗത്തേക്ക് വെള്ളം കെട്ടുന്ന നേരെ പുഴയിൽ പോകേണ്ടതാണ്. പക്ഷെ അതൊന്നും എടുത്ത് അതിനെ ആളുകളെ വെച്ചെടുപ്പിക്കുന്നത് പോലും നഗരസഭ അക്ഷന്തമായിട്ടുള്ള കുറ്റമാണ് ആ കാര്യത്തിൽ വരെ വരുത്തുന്നത്. കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി നേതാവ് KR നാരായണസ്വാമി, മുസ്ലിം ലീഗ് പാർലമെന്റ് പാർട്ടി നേതാവ് CA സാജിദ്, മറ്റു നേതാക്കളായ കുഞ്ഞു മുഹമ്മദ്, ഉമ്മർ കിഴായൂർ എന്നിവരും നഗരസഭയുടെ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചു. എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര മാസങ്ങളായി പറഞ്ഞു വരുന്ന ഒരു വിഷയം ഈ മഴക്കാലം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പത്തേക്ക് മാറ്റിവെച്ചതിന്റെ സാഹചര്യം എന്താണ്? ഇപ്പൊ പട്ടാമ്പി നഗരത്തിലേക്ക് ഒരാൾക്ക് വാഹനമായോ അതല്ലെങ്കിൽ കാൽനടയായി സഞ്ചരിക്കാനേ കഴിയാത്ത തരത്തിൽ, കൽപ്പകയിൽ നിന്ന് പട്ടാമ്പി ടൗണിലേക്ക് കാൽനടയായി സഞ്ചരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ദുരിതപൂർണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. റോഡിന്റെ അരികുകളും വശങ്ങളും ഒക്കെ പൂർണ്ണമായും ചളി കെട്ടി വാഹനങ്ങൾ നിരന്തരം ഗതാഗത കുരുക്കുകൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കാം. ഇവിടെ വിളിച്ചു വരുത്തുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒരു കുഴപ്പമില്ലാതെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന വിഷയങ്ങളെ സമയബന്ധിതമായി ചെയ്യാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അതല്ലെങ്കിൽ തങ്ങളുടെ കഴിവില്ലായ്മ മൂലം നീട്ടിവെക്കേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതിലൂടെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നതിന്റെ പേരിലാണ്, അഴുക്കുവെള്ളം കെട്ടി നിന്നതിന്റെ പേരിലാണ് ഡെങ്കി പരക്കുന്നത്. ഇതൊക്കെ കാലങ്ങളായി മഴക്കാലം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ഇതൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും കൃത്യമായി ഇടപെടാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നു എന്നതല്ലാതെ ജനങ്ങളുടെ ക്ഷേമത്തിനോ അവരുടെ ഐശ്വര്യത്തിനോ വേണ്ടി അവരെ രോഗങ്ങളിൽ നിന്ന് മുക്തരാക്കുന്നതിനോ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഭരണസമിതി നേതൃത്വം നൽകുന്നില്ല എന്നതിലുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മാജിക് മിഷൻ പാലക്കാടിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ മജിഷ്യന്മാരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാന്ത്രികരുടെ സംഘടനയായ മാജിക് മിഷൻ പാലക്കാടിന്റെ നേതൃത്വത്തിലാണ് സൗത്ത് ഇന്ത്യ തലത്തിൽ മാന്ത്രിക കൺവെൻഷനും മാജിക് മത്സരവും സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഊട്ടൂത്തിൽ വെച്ചായിരുന്നു പരിപാടി. മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന് അത്ഭുതപ്പെടുത്തുന്നതായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത് പ്രായങ്ങൾക്ക് ഇല്ല എങ്കിലും ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറഞ്ഞുള്ള ജീവിതകാലം മുഴുവൻ ചെറുപ്പകാലത്ത് ചില മാജിക്കുകൾ നമ്മൾ പലപ്പോഴും പുരപ്പറമ്പിലോ ഒക്കെ പോയാളിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. മനുഷ്യന്റെ ചിന്തകളെ വല്ലാതെ സ്വാധീനിക്കുന്നത് നമ്മുടെ ഇമാജിനേഷനെ ഏറ്റവും കൂടുതൽ വളർത്താൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ നമുക്കറിയാം മാജിക്കിന്റെ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്ന ഒരു കാലം പലപ്പോഴും വളരെ വളരെ അത്ഭുതമായി മനുഷ്യനെ അപ്രത്യക്ഷമാകുമ്പോൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റുപാടുണ്ടായിരുന്നു.
ഇപ്പൊ നമ്മളൊക്കെ തിരക്ക് പിടിച്ച ജീവിതമാണ്, നമ്മുടെ ജീവിതങ്ങൾ മാറി. നമ്മൾ അത്ഭുതത്തിലും മറ്റുള്ളവരുടെ സമയം കൊടുക്കുന്നതിനുമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുട്ടികളാണെങ്കിലും പ്രശസ്ത മാന്ത്രികരായ മെന്റലിസ്റ്റ് അഖിലേഷ് ബാബു, യദുനാഥ്, റോക്കോ പ്രവീൺ, അഭിരൂപ്, സുരേഷ് പട്ടാമ്പി, രാജേഷ് ചന്ദ്ര, വിഷ്ണു കല്ലറ, ഫ്രാൻസിസ് എന്നിവരുടെ മാന്ത്രിക പ്രകടനവും ഉണ്ടായിരുന്നു. ശിവാനി, ഡോക്ടർ ആദ്ര വിനോദ്, കുമാരി നിഹാര, അനഘ, കൃഷ്ണശ്രീ, അനഘ എന്നിവരുടെ നേതൃത്വത്തിൽ നൃത്തപരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു. മലയാളി മാജിക് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റും മാജിക് മിഷൻ അംഗവുമായ വനമിത്ര അവാർഡ് ജേതാവ് കൂടിയായ മുരളീധരൻ വേളേരി മഠത്തെ ചടങ്ങിൽ ആദരിച്ചു. നാഷണൽ മാജിക് അവാർഡ് ജേതാവ് അഭിരൂപ് പട്ടാമ്പി, SLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും A+ നേടിയ മാജിക് മിഷൻ അംഗം സാധിക മാധവി എന്നിവരെയും ആദരിച്ചു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മാന്ത്രിക മത്സരങ്ങളും ഒരുക്കിയിരുന്നു. പൊതുജനങ്ങൾക്കായി ഗാലാ ഷോയും ഉണ്ടായിരുന്നു. മാജിക് മിഷൻ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ഉപദേശക സമിതി അംഗം PM ഉപേന്ദ്ര, രക്ഷാധികാരി കുമ്പിടി രാധാകൃഷ്ണൻ, മജീഷ്യൻ അഖിൽ ചെറുപ്പശ്ശേരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ ഷട്ടറുകൾ ഉയർത്തി. തടയണയുടെ 27 ഷട്ടറുകളിൽ 7 എണ്ണമാണ് തുറന്നത്. പരമാവധി 3.5 മീറ്റർ സംഭരണശേഷിയുള്ള തടയണയിൽ 2.5 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴയാണ് തടയണയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ചിരുന്നത്. ഇതേ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന തീരപ്രദേശങ്ങളിൽ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലായാണ് ഷട്ടറുകൾ ഉയർത്തിയുള്ള ജലനിരപ്പ് ക്രമീകരണം. വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുകയാണെങ്കിൽ തടയണയുടെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തേണ്ടതായി വരും. അതേസമയം തകർന്ന സംരക്ഷണ ഭിത്തി ശരിയാക്കാത്തത് മൂലം ഈ ഭാഗത്തുള്ള ഷട്ടർ തുറക്കാനാവുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഷട്ടറുകൾ തുറന്നതോടെ നിളാനദി കാണാൻ നിരവധി സന്ദർശകരാണ് വെള്ളിയാങ്കല്ല് പാലത്തിന് മുകളിലേക്കും പൈതൃക പാർക്കിലേക്കും എത്തുന്നത്. പുഴ കേന്ദ്രീകരിച്ചുള്ള മീൻപിടുത്തവും മത്സ്യവ്യാപാരവുമെല്ലാം സജീവവുമാണ്. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ കാലവർഷം ശക്തമായി. മലബാറിലെ 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 8 ദിവസം നേരത്തെയാണ് കേരളത്തിൽ കാലവർഷം എത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ വ്യാപകമായ മഴ തുടരുകയാണ്. കേരള തീരത്ത് തിങ്കളാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റെഡ് അലർട്ട് നിലനിൽക്കുന്ന വയനാട്, മലപ്പുറം, കാസർകോട് ജില്ലകളിലേക്ക് NDRF സംഘം ഇന്ന് എത്തും. നേരത്തെ മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച വെലങ്ങാട് കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ വിദ്യാഭ്യാസ അവാർഡ് ദാന സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സലീം അൻവരി അധ്യക്ഷനായി. തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EP കമറുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായി. മുൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന CH മുഹമ്മദ് കോയയുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് ദാന ചടങ്ങിൽ MSF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അൽറസിൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ് പ്രമുഖ ട്രെയിനർ അബ്ദുറഹ്മാൻ മാസ്റ്റർ മരുദൂർ നിർവഹിച്ചു. STU തൃശൂർ ജില്ലാ പ്രസിഡന്റ് PA അബ്ദുസലാം, KY അഫ്സൽ, NM അബ്ദുൽ ഖാദർ, KS മുഹമ്മദ്, നൌഷാദ്, അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അയ്യൂബ് TM സ്വാഗതവും ജലീൽ PV നന്ദിയും പറഞ്ഞു. തിരുമിറ്റക്കോട് അമേരിക്കപ്പടി തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. നെല്ലിക്കാട്രി മൈലാഞ്ചിക്കാട് സ്വദേശി പള്ളത്തുപടി 48 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. പ്രദേശത്തെ അമേരിക്കപ്പടി തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. രാത്രിയിൽ മീൻ പിടിക്കുന്നതിനായി തോടിന്റെ പരിസരത്തേക്ക് പോയതാകാനാണ് സാധ്യതയെന്ന് നാട്ടുകാർ പറയുന്നു. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ തോട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ മറ്റ് മീൻപിടുത്തക്കാരാണ് മൃതദേഹം കണ്ടത്. തോട്ടിനു മുകളിലെ പാലത്തിൽ നിന്നും മീൻ പിടിക്കുന്നതിനിടെ അബദ്ധത്തിൽ താഴേക്ക് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ശരീരത്തിൽ തലയിലും ഷോൾഡറിലും മുറിവുണ്ട്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ച സുരേഷ് അവിവാഹിതനാണ്. ശങ്കരൻ പിതാവും വസന്ത മാതാവുമാണ്. സുനിത, സുനിൽകുമാർ എന്നിവർ സഹോദരങ്ങളാണ്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓർമ്മയോളം എന്ന പേരിൽ വജ്ര ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളിലും അധ്യാപകരിലുമുള്ള പ്രാദേശിക എഴുത്തുകാരുടെ സംഗമത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ജൂബിലി സ്മരണികയുടെ പ്രകാശനം അബ്ദുൾ സമദ് സമദാനി MP നിർവഹിച്ചു. UR പ്രദീപ് MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി. കവി P രാമൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു.
വൈകിട്ട് 80 വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെ മുൻ MLA VT ബൽറാമിന്റെ സാന്നിധ്യത്തിൽ ആദരിച്ചു. 7 മുതൽ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത നൃത്ത പരിപാടികളുമുണ്ടായി. ഞായറാഴ്ച രാവിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. 75 പിന്നിട്ട പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിൽ മെട്രോമാൻ പത്മവിഭൂഷൺ ഡോക്ടർ E. ശ്രീധരൻ, P. മമ്മിക്കുട്ടി MLA തുടങ്ങിയവർ പങ്കെടുത്തു. കറുകപ്പുത്തൂരിൽ നിന്ന് സ്കൂളിലേക്ക് ഘോഷയാത്രയും ഇതോടനുബന്ധിച്ച് നടത്തി. സാംസ്കാരിക സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അധ്യക്ഷയായി. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി വിശിഷ്ടാതിഥിയായി. രാത്രി നടക്കുന്ന സംഗീത സന്ധ്യയോടെ ജൂബിലി ആഘോഷം സമാപിക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന ദി പട്ടാമ്പി ഗവൺമെന്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി സംഘം സെക്രട്ടറി U. അജയകുമാറിന് യാത്രയയപ്പ് നൽകി. മമ്മിക്കുട്ടി MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി U. അജയകുമാറിനാണ് യാത്രയയപ്പ് നൽകിയത്. പട്ടാമ്പി രാജപ്രസം ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അദ്ദേഹം 36 കൊല്ലത്തെ സർവീസാണ്. 58 സർവീസാണ് സഹകരണ മേഖലയിൽ. 22 വയസ്സിൽ ഒരു വയറ്റുള്ളിലായിരുന്നു. അങ്ങനെയാണ് ഇന്നിപ്പോ ആ ബാങ്കിന്റെ അല്ലെങ്കിൽ ആ സംഘത്തിന്റെ സെക്രട്ടറിയായി ദീർഘകാലമായി സെക്രട്ടറിയായി പ്രവർത്തിച്ചു കഴിഞ്ഞു പോകാനുള്ള എല്ലാവരും ചുമതലയേറ്റെടുത്ത സ്ഥാപനത്തെ മറ്റ് സ്ഥാപനങ്ങളോട് തന്നെ താരതമ്യം ചെയ്യുമ്പോൾ അത് ഒരു പടർന്നു തന്നെ മുമ്പിലായിരിക്കണമെന്ന വ്യക്തിപരമായിട്ടുള്ള നിർബന്ധത്തിന്റെയും വിശ്വാസത്തിന്റെയും കൂടി അഭിപ്രായത്തിലാണ്. മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷനായിരുന്നു. KD പ്രസേനൻ MLA, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ്, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ T. അനിൽകുമാർ, പട്ടാമ്പി ഭവന നിർമ്മാണ സഹകരണ സംഘം മുൻ പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ, കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP രാമദാസ്, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് N. മോഹൻദാസ്, സംഘം മുൻ പ്രസിഡന്റുമാരായ P. നാരായണൻ, KC അലി ഇക്ബാൽ, K. മുഹമ്മദ് ഇസ്ഹാഖ്, K. പ്രസാദ്, KCU ഏരിയ സെക്രട്ടറി P. ജയപ്രകാശ്, M. മുരളി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സർവീസിൽ വിരമിക്കുന്ന U. അജയകുമാർ മറുപടി പ്രസംഗവും നടത്തി. സൗഹൃദ വിരുന്നും ഒരുക്കിയിരുന്നു. ഇതോടെ നെളിയോറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.